ഹലോ ഓൾ, പുതിയ വേക്കൻസീസ് എന്താണ് വന്നിരിക്കുന്നത് നോക്കാം. ആദ്യത്തെ വേക്കൻസി വന്നിട്ട് ക്ലീനിങ് സ്റ്റാഫിൻ്റെ ആണ്. 6 വേക്കൻസീസ് ഉണ്ട്. എറണാകുളം ജില്ലയിലാണ്. സാലറിയും OT പേയ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. 18K ആണ് സാലറി വരുന്നത്. പിന്നെ ജെൻഡർ മെയിൽസ് മാത്രം, മെയിൽസ് ഉള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് 20 to 30. അതുപോലെ തന്നെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട്, അവൈലബിൾ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് നോക്കാം. ഏജൻസി അല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അടുത്ത വേക്കൻസി BDAയുടെ വേക്കൻസിയാണ്. ബിസിനസ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റിൻ്റെ എഡ്ടെക് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. റിക്രൂട്ട്മെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്ട്രോങ് ടെലികമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. പിന്നെ വർക്കേഴ്സ് ആൻഡ് അക്കാഡമിക് കൗൺസിലർ അതൊക്കെയാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. ഓക്കെ, അപ്പം നമ്പർ കൊടുത്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. എല്ലാം ഇൻ ഡീറ്റെയിൽ അറിഞ്ഞതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക കേട്ടോ. അടുത്തത് CNC മെഷീൻ ഓപ്പറേറ്ററിൻ്റെ ആണ്. സഹായികൾ, കട്ടർ, ഗ്രൈൻഡിങ് മെഷീൻ ഓപ്പറേറ്റർ, വെൽഡർമാർ, ഇവരെ ഇങ്ങനെയുള്ള പോസ്റ്റിലേക്കാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത്. 12 മണിക്കൂർ ജോലി ഉണ്ടാവും. ശമ്പളം 12 മണിക്കൂർ. എനിക്കതത്ര ക്ലിയർ ആയില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് നോക്കുക, എന്നിട്ട് ഇൻ ഡീറ്റെയിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, PF ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്പർ സ്ക്രീനിലുണ്ട്, പോസ്റ്റ് ചെയ്തിട്ട് വിളിച്ച് നോക്കാം കേട്ടോ. അടുത്ത വേക്കൻസി വന്നിട്ട് തൃശ്ശൂർ കൺവെൻഷൻ സെൻറ്ററിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. സാലറി കൊടുത്തിട്ടുണ്ട്. ബിലോ 45 ആണ് ഏജ് വരുന്നത്. 12 മണിക്കൂറാണ് കേട്ടോ ജോലി വരുന്നത്. പിന്നെ 4 ഓഫ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഏജൻസി അല്ലാന്ന് ഉറപ്പ് വരുത്തിന്ന് നോക്കുക, നിങ്ങൾ വിളിച്ച് നോക്കുക. ഇൻ ഡീറ്റെയിൽ ഒക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം കേട്ടോ. എറണാകുളത്ത് പാർട്ട് ടൈം ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്. ഏജൻസി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കോണ്ടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത് HR ട്രെയിനി ആയിട്ടാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ടാണ് കേട്ടോ. സ്കിൽസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രിഫറൻസ് വന്നിരിക്കുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ്. എറണാകുളം ജില്ലയിലാണ്. 9th ഡിസംബർ തുടങ്ങി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ CV അയക്കാനായിട്ടൊരു ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ CV മെയിൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അടുത്തത് 15-ാം തീയതിക്ക് മുമ്പ് ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ മാത്രം വിളിക്കുക എന്നാണ് അവർ ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത്. സാലറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എന്താണ് ഒഴിവുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർ അസിസ്റ്റൻറ്റ്, സ്റ്റോർ ഇൻചാർജ്, ഡെലിവറി സ്റ്റാഫ്, പാക്കിംഗ്, ഓഫീസ് സ്റ്റാഫ്. ഓക്കെ, മുൻപരിചയം ആവശ്യമില്ല, ഇൻ്റർവ്യൂ ഇല്ല, നേരിട്ടാണ് നിയമനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ താമസവും ഭക്ഷണമൊക്കെ ലഭ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്പർ കൊടുത്തിട്ടുണ്ട്. ഏജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 18 to 28 വരെയാണ് ഏജ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. പ്ലേസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം. ഓക്കെ, വിളിച്ചു ചോദിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം കേട്ടോ. അടുത്ത വേക്കൻസി ഈസ്റ്റേണിൻ്റെ പ്രമുഖ വെയർഹൗസിലേക്ക് ജീവനക്കാർ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. 20 വേക്കൻസീസ് ഉണ്ട്. വിജയവാഡയാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത്. സാലറി കൊടുത്തിട്ടുണ്ട്. 9 hours വർക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. മെയിൽ കാറ്റഗറി മാത്രമേ ഒട്ടുള്ളൂ. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട്. നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറൊക്കെ വിളിച്ച് നോക്കി കോണ്ടാക്ട് ചെയ്തിട്ട് ഇൻ ഡീറ്റെയിലൊക്കെ ചോദിച്ചറിയാം കേട്ടോ. അടുത്തത് വന്നിട്ട് സീനിയർ ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ലുക്കിംഗ് ഫോർ സീനിയർ ഡാറ്റ സയൻറ്റിസ്റ്റ് who has experience of 7 to 9 years in core designing part of modules, Python development and AI/ML concepts. ഓക്കെ, നോയിഡയിലാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, ഇതിൽ ആരെങ്കിലും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. പിന്നെ അടുത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ഇൻ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, ഓപ്ഷണലാണ് വിൻഡോസ്. ഓക്കെ, പിന്നെ വന്നിട്ട് ബാച്ചിലർ ഡിഗ്രി
അതുപോലെ തന്നെ ഇതിൽ ഈ പറയുന്ന NLP, AIML ഡൊമെയിൻ ഇതിലൊക്കെ 7 to 9 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോയിഡയിലാണ് ബേസ് ലൊക്കേഷൻ വരുന്നത്, ബട്ട് ഫ്ലെക്സിബിൾ ടു ട്രാവൽ. ഓക്കെ, കോണ്ടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾക്ക് ഈ പരിചയത്തിലുണ്ടെങ്കിലും നിങ്ങൾക്കൊന്ന് പറയാം കേട്ടോ. അടുത്തത് ലോജിസ്റ്റിക് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞവർക്ക് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോജിസ്റ്റിക് കോർഡിനേറ്റർ, പ്രൊക്യൂർമെൻറ്റ് അസോസിയേറ്റ്, വേക്കൻസി 18 ഉണ്ടെന്ന് പറയുന്നുണ്ട്. എറണാകുളം, കോഴിക്കോട്, തൃശ്ശൂരൊക്കെയാണ് അതിൻ്റെ ലൊക്കേഷൻസ് വരുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ അപ്ലൈ പറഞ്ഞിട്ടുണ്ട്. സാലറി 14 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ CV അയക്കാനായിട്ടൊരു ഒരു ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കൺസൾട്ടൻസി അല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്. പേയ്മെൻറ്റും അതുകൊണ്ട് തന്നെ ഇല്ലയെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇതിനകത്തേക്ക് ഈ മെയിൽ ID CV അയക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് MNC കമ്പനിയിലേക്ക് അർജൻറ്റ് റിക്വയർമെൻറ്റ് ഉണ്ട്. വർക്കിംഗ് ഇൻ്റർവ്യൂ ആണ്. ഏജ് ലിമിറ്റ് 35 വരെയാണ്. മെയിൽ ഒള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ജെൻഡർ ഹിന്ദിയും തമിഴും ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. സാലറി പറഞ്ഞിട്ടുണ്ട്. OT ഉണ്ട് കേട്ടോ. 40 വേക്കൻസീസ് ഉണ്ട്. ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, നമ്പറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് എന്താണെന്നുള്ള കാര്യത്തിന് സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിലും ഇൻ ഡീറ്റെയിലൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഓക്കെ, എന്താണ് ഏതെങ്കിലും MNC കമ്പനിയാണ് എന്നുള്ള രീതിയിൽ എല്ലാം അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം കേട്ടോ. അടുത്ത വേക്കൻസി പ്രമുഖ കാർ ഷോറൂമിലേക്ക് എറണാകുളത്തേക്കും തൃശ്ശൂരിലേക്കും LMV ഡ്രൈവർമാരെ ആവശ്യമുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. 10 ഡ്രൈവേഴ്സിനെയാണ് വേണ്ടത്. ഓട്ടോമാറ്റിക് മാനുവൽ കാർ ഓടിക്കുന്നവർക്ക് മുൻഗണന. സാലറി കൊടുത്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഡ്രൈവേഴ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജോബ് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. അടുത്തത് വേക്കൻസി ഫോർ ഹോം ഹെൽത്ത് മെഡിക്കൽ കോഡ്, കൊച്ചിയാണ് ലൊക്കേഷൻ. 35 ആണ് സ്റ്റാർട്ടിങ് വരുന്നത് പാക്കേജിൽ. എന്താണ് എലിജിബിലിറ്റി? മെഡിക്കൽ, പാരാമെഡിക്കൽ, ലൈഫ് സയൻസ് ഗ്രാജുവേറ്റ്സ് ഇവരെയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ മാക്സിമം 35 ആണ് ഏജ് വരുന്നത് കേട്ടോ. അല്ലെങ്കിലും ക്വാർട്ടർമാർക്ക് ഒരു ഏജ് ലിമിറ്റ് ഉണ്ടല്ലോ. പിന്നെ സാറ്റർഡേ സൺഡേയും ഓഫാണ്, ഫിക്സഡ് ഓഫാണേ. അതുപോലെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മെഡിക്കൽ കോഡിംഗ് അക്കാഡമി നമ്പറാണെന്ന് തോന്നുന്നു, കൊച്ചിയിലുള്ള. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടി വരുമായിരിക്കാം കോഡർ ആയിട്ട്. സോ അപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള കോഡേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. സ്റ്റാർട്ടിങ് സാലറി തന്നെ 35 പറയുന്നുണ്ടല്ലോ. അത്യാവശ്യം ഡീസൻറ്റ് എമൗണ്ട് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും പരിചയത്തിലുണ്ടെങ്കിലോ നിങ്ങൾക്ക് പറയുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്പറുണ്ട്, കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അടുത്ത വേക്കൻസി വന്നിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പറിൻ്റെയും സോഫ്റ്റ്വെയർ ടെസ്റ്ററിൻ്റെ ഒക്കെയാണ്. ട്രാൻഡ്രാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഓഫ്ലൈൻ ആയിരിക്കും. എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ഡയറക്റ്റായിട്ട് പോകേണ്ട വരും. അപ്പോൾ സാലറി വന്നിട്ട് 15 to 25 ആണ്. ഇൻ്റർവ്യൂ പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ സാലറിയും നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ളവർ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, എന്തായാലും വിളിച്ച് നോക്കുക. ഇൻ ഡീറ്റെയിൽ അറിഞ്ഞതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം കേട്ടോ. അടുത്തത് വീട്ടുജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൊക്കേഷൻ എറണാകുളമാണ്. 18 to 20 ആണ് സാലറി വരുന്നത്. ഏജ് ലിമിറ്റ് 30 to 45 ആണ്. മന്ത്ലി 2 ലീവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പറുണ്ട്, കോൺടാക്റ്റ് ചെയ്യാം. അടുത്തത് ലേഡി സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസിയാണ്. കടവന്ത്രയാണ്, എറണാകുളം ജില്ലയിൽ. സാലറി കൊടുത്തിട്ടുണ്ട്. ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് ഉണ്ട്. ടൈമും കൊടുത്തിട്ടുണ്ട്. 8 to 8 ആണ്. കോൺടാക്റ്റ് ചെയ്യാൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏജൻസി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അടുത്ത വേക്കൻസി എറണാകുളത്തെ ഗവൺമെൻറ് ഓതറൈസ്ഡ് ഫുഡ് പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ആലുവയിലാണ് കേട്ടോ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ജോബ് റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കിംഗ് ഉണ്ട്, ലേബലിംഗ് ഉണ്ട്, മെഷീൻ ഓപ്പറേറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഷിഫ്റ്റ് ആണ് കേട്ടോ.
മെയിൽ കാറ്റഗറി മെയിൽ ആൾ അവർ മാത്രം നോക്കുന്നുള്ളൂ. ഏജ് ലിമിറ്റ് ഉണ്ട്, മാക്സിമം 45 ആണ് ടു ഏജ്. സാലറി ഉണ്ട്, ESI PF കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. 16-ാം തീയതിയാണ് ഇൻ്റർവ്യൂ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ടൈം കൊടുത്തിട്ടുണ്ട്. ക്യാൻറ്റീൻ ഫുഡ് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം, നമ്പറും കൊടുത്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏജൻസി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ ഓൺലൈൻ പ്രോഡക്റ്റിൻ്റെ ഗോഡൗണിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 സെക്യൂരിറ്റീസിനെയാണ് ആവശ്യം. എറണാകുളമാണ്. അതുപോലെ തന്നെ എറണാകുളം ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, കാലിക്കറ്റ് ഉണ്ട്. സാലറി കൊടുത്തിട്ടുണ്ട്, ജെൻഡർ കൊടുത്തിട്ടുണ്ട്, മെയിൽ കാറ്റഗറി മാത്രമേ ഉള്ളൂ. ബിലോ 45 ആണ്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട്, നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അടുത്തത് മെർച്ചൻഡൈസിങ് എക്സിക്യൂട്ടീവിൻ്റെയാണ്. കമ്പനി നെയിം കൊടുത്തിട്ടുണ്ട്, കാസിംസ് ഫുഡ് ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ്, എറണാകുളം ജില്ലയിലാണ്. ഫുൾ ടൈം പാർട്ട് ടൈം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് കാസിം ഫുഡ് ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന്, ഇതാണ് കമ്പനി പേര്, കമ്പനി എന്താണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെ ആയിരിക്കും എന്നും കൊടുത്തിട്ടുണ്ട്. പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കാം. അതുപോലെ തന്നെ എന്തൊക്കെ സ്കിൽസാണ് അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്ക് ആവശ്യം അതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അഡീഷണലി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഒരു സ്വന്തമായിട്ട് ഫോണ്, അതുപോലെ സ്കൂട്ടറോ അല്ലെങ്കിൽ ബൈക്കോ ട്രാവൽ ചെയ്യാനായിട്ട്, അതുപോലെ സിം കാർഡ്, പെട്രോൾ അലവൻസ് പ്രൊവൈഡ് ചെയ്യും. ഇൻ അഡീഷൻ ടു ദി സാലറി ആൻഡ് ഇൻസെൻറ്റീവ്. സാലറിയും ഇൻസെൻറ്റീവും കൂടാതെ നിങ്ങൾക്ക് പെട്രോൾ അലവൻസും അതുപോലെ തന്നെ ഒരു സിം കാർഡും പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് അവർ ഓഫർ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. സാലറി ഇല്ലാതെ നിങ്ങൾക്ക് ഇൻസെൻറ്റീവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതുപോലെ തന്നെ ട്രാവൽ അലവൻസും ഇത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇൻ ഡീറ്റെയിൽ എല്ലാം അറിയാനായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അടുത്തത് എക്സ്പീരിയൻസ്ഡ് ഡ്രൈവേഴ്സിനെയാണ് അവർക്ക് ആവശ്യം. സാലറി കൊടുത്തിട്ടുണ്ട്. കൊച്ചിയാണ് ലൊക്കേഷൻ വരുന്നത്. അതുപോലെ ESI PF ബെനിഫിറ്റ്സ് ഉണ്ട്. അത് കൂടാതെ 200 രൂപ ലഞ്ച് അലവൻസിനും അതുപോലെ 300+ കിലോമീറ്റേഴ്സിനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓവർ ടൈം പേയ്മെൻറ്റ് OT ഉണ്ടാവും. അതുപോലെ തന്നെ പോലീസ് വെരിഫിക്കേഷൻ PCC വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊച്ചിയിലും ഡ്രൈവേഴ്സായിട്ട് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇത് ലോങ് റൂട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലോങ് റൂട്ട് പോകാനാണ് ഈ ഡ്രൈവേഴ്സിന് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.